മോള് മുംബൈയിൽ നിന്ന് പഠിക്കുക. മോൻ നേവിയുടെ കോച്ചിങ് സെന്ററിൽ കോച്ചിങ് ക്ലാസ് പോവുകയാണ്. 120 വൈഫും 120 ജനുവാ വിൽക്കുന്നത്. രണ്ടുപേരുടെ റൊട്ടേറ്റ് ചെയ്ത് വിറ്റ് തീർന്നു. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കുടവട്ടൂരാണ്. അപ്പോൾ കുടവട്ടൂര് നമ്മൾ വന്നപ്പോഴത്തേക്ക് ഒരു ചേട്ടനെ കണ്ടു. അതായത് ഒരു ദിവസം ഈ 10 കിലോമീറ്റർ 20 കിലോമീറ്റർ നടന്നാണ് ലോട്ടറി കച്ചവടം ചെയ്താണ് ആ മനുഷ്യൻ്റെ ഉപജീവന മാർഗം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ചേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം. ആ ചേട്ടൻ്റെ ഈ ലോട്ടറി കൊണ്ടുള്ള ജീവിത അനുഭവങ്ങളും പിന്നെ ലാഭമാണോ അതോ നഷ്ടമാണോ അതോ ജീവിതം മുന്നോട്ട് പോകുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ആ ചേട്ടൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. അപ്പോൾ ആ വീഡിയോയിലേക്ക് പോവാം. നമുക്ക് ഇങ്ങോട്ട് പോകുന്നുണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചേട്ടൻ്റെ ചോദിക്കാം. ചേട്ടോ നമസ്കാരമുണ്ട്. നമസ്കാരം ചേട്ടാ. ഇപ്പോൾ എത്ര വർഷമുണ്ട് ലോട്ടറി ചെയ്യുന്നത്? 8 വർഷം. 8 വർഷമുണ്ട്. ഇപ്പോൾ 9 വർഷമായില്ലേ? അപ്പൊ ഈ ലോട്ടറി കൊണ്ട് ചേട്ടന് ഗുണമാണോ? ഇതുകൊണ്ട് നമ്മള് മക്കളെ പഠിപ്പിക്കുന്നത്. ഇതുകൊണ്ട് എത്ര കുട്ടികളുണ്ട്? 2 പേര്. 2 പേരാണ്. ഈ വിദ്യാഭ്യാസവും കുട്ടികളുടെ വിദ്യാഭ്യാസവും വീട്ടിലെ കാര്യങ്ങളെല്ലാം ഈ ലോട്ടറി കൊണ്ട് ബ്ലേഡിൽ നിന്നൊക്കെ നടത്തുന്നത്. എടുക്കും, വിൽക്കും, ബ്ലേഡ് അടയ്ക്കും. മോള് മുംബൈയിൽ നിന്ന് പഠിക്കുക. മോൻ നേവിയുടെ കോച്ചിങ് സെന്ററിൽ കോച്ചിങ് ക്ലാസ് പോവുകയാണ്. കാരണം നമുക്കിത് കൊണ്ട് ഗുണമാണ്. പക്ഷെ ഇതിന്റെ ഈ നമുക്ക് ലാഭമില്ല. ലാഭം ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട്. 65 ദിവസം കണ്ടാന്ന് തോന്നുന്നു. ഇപ്പൊ നമ്മുടെ GST വന്നല്ലോ. GST നിലവിൽ വന്നപ്പോഴത്തേക്ക് കുറവ് വരുമ്പോ നമുക്ക് ഡെയിലി ബ്ലേഡ് കൊടുക്കും. വീട്ടിലെ ചെലവെല്ലാം പാടാണ്. പിന്നെ പ്രൈസും കുറവ്. വിറ്റഴിഞ്ഞു പോണ്ടേ. 240 ടിക്കറ്റ് എടുത്ത് 120 വൈഫും 120 ജനുവാ വിൽക്കുന്നത്. രണ്ടുപേരുടെ റൊട്ടേറ്റ് ചെയ്ത് വിറ്റ് തീർന്ന് അതിൽ 12 ടിക്കറ്റ് എടുക്കുന്ന 550 രൂപ തരും. 50 രൂപ ഇനി അങ്ങനെ കൊടുക്കാനോ പോകും? അത് നോക്കത്തില്ല. അപ്പൊ നമ്മള് പ്രൈസ് നല്ല പ്രൈസുകൾ വീഴണം. പ്രൈസ് കുറവാ. പ്രൈസ് ഇപ്പൊ തന്നെ കഴിഞ്ഞ മാസം 20-ാം തീയതി 12,500 അടിച്ച. പിന്നെ 500, 1000, 100 ഒക്കെ ഉള്ളു. ഒരു ദിവസം എത്ര കിലോമീറ്റർ നടക്കും? ഞാൻ 10, 30, 40 കിലോമീറ്റർ ഡെയിലി നടക്കും. 40 കിലോമീറ്റർ നടക്കും. ഇവിടുന്ന് ഒരു ചുങ്കത്ര വരെ പോകും. അതും തിരിച്ചു ടിക്കറ്റ് തീരുമ്പോൾ ബസ് കയറി വരും. ഓക്കെ. അന്നേരം നമുക്ക് ഇത് പ്രൈസ് വരണം. പ്രൈസ് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. ആളുകൾ കൊടുക്കും. പിന്നെ ഈ ഇങ്ങനെ പോലെ സാധാരണക്കാർക്ക് ഇതിനകത്തൊരു ലാഭം കിട്ടണം. കാരണം ടിക്കറ്റ് വിറ്റാല് നമുക്കൊരു നല്ലൊരു ലാഭം അവർക്ക് കിട്ടിയാണ്. ഇച്ചിരി കൂടെ നല്ലൊരു കാര്യമാണ്. എത്ര ടിക്കറ്റ് വിട്ടാ? 250 രൂപ. 100 വിൽക്കുമ്പോൾ 730 രൂപ വരും. ഈ ടൈമിനാണ് ഡൽഹിയിലേക്ക് നിന്നാണ് പഠിക്കുന്നത്. ആ ഡൽഹിയിൽ നിന്ന് പഠിക്കുമ്പോഴത്തേന് നല്ലൊരു എമൗണ്ട് തന്നെ അവർക്ക് ആവും. അതേ കണക്കൊരു മകനാണെങ്കിൽ നേവിയുടെ കോച്ചിങ്ങിന് പോയിക്കൊണ്ടിരിക്കുക. അവിടെ നല്ല ഫീസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഈ ഫീസ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ ലോട്ടറി കൊണ്ട് തന്നെയാണ്. ലോട്ടറിയും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വരുമാനവും കൂടെ കൊണ്ടാണ് ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്.